ഞാനിനി അതിലേക്കില്ല. ഞങ്ങളോട് പറയാം, ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. ഒരുപാട് ചർച്ചകൾ നടത്തി. ആരെ നിർത്തിയാലും സഹായിക്കാം, പിന്തുണക്കാമെന്ന് പറഞ്ഞു, ഷൗക്കത്തിനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം വിശ്വാസമാണ്. അത് പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് ആവണം. എനിക്ക് ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. UDF-നെ ഘടകകക്ഷിയാക്കും, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കി ഇപ്പം പ്രഖ്യാപിക്കണം. ഞാനൊരു ഉറച്ച സീറ്റ്, എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത്. അത് ജനങ്ങളോട് പറയാണ്. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷേ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ, കേരളത്തിൻ്റെ നിയമസഭയിൽ പറയണമെങ്കിൽ, ഈ പിണറായിസത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പം പറഞ്ഞു. മുമ്പ് എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യല്ലോ. 99 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. എത്ര വിന്നിംഗ് റേറ്റ്? 21 സീറ്റ്, 22 സീറ്റ്, 16-ലും 21-ലും. കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ 75% സ്ഥാനാർത്ഥികളും 2 തെരഞ്ഞെടുപ്പിലും തോറ്റതാണ്. എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും. അതിന് പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ തോറ്റ 5 സീറ്റ് താ, ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞു നോക്കി, തീരുമാനം വേണം. ഒന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ വിട്ടു, നിങ്ങൾ എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്, മറ്റേ ഘടകകക്ഷിയും വിട്, അസോസിയേറ്റെങ്കിൽ അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, ഞാനതിന് മൂളാനല്ല പറഞ്ഞത്. നിങ്ങളൊരു സീറ്റ് പറയാന്ന് പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. അപ്പൊ പറയാ, നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാമല്ലോ, 140 സീറ്റില്ലേ, എവിടെയും മത്സരിക്കാമല്ലോ, അത് നമുക്ക് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റൂല, മുമ്പ് റെഡിയായിരുന്നു, ഇപ്പം പറ എനിക്ക് ഏത് സീറ്റ് തരും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല, കോൺഗ്രസിൻ്റെ സീറ്റാണ് നിലമ്പൂർ, കോൺഗ്രസിനാണ് എൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണല്ലോ തരേണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി. 100% ന്യായമല്ലേ ലീഗ് പറഞ്ഞത്. എൻ്റെ സീറ്റ് കൊടുക്കുന്നത്, ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ? കോൺഗ്രസിനാണ്. 99 സീറ്റിൽ ഇത്രയും സീറ്റുണ്ടല്ലോ, ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിലെ എവിടെയും പറയും. അപ്പോൾ എന്നോട് എന്താ പറയുക, വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, എന്നോട് സ്നേഹമുള്ള ആളാട്ടോ, പക്ഷേ അയാൾക്ക് നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ ആദ്യം പറഞ്ഞു, മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പോൾ 2-3 ആളപ്പോൾ ഈ 3 ആഴ്ചനുള്ളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പാണ്. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നു? കൊല വിളിക്കാനാണ് തീരുമാനം. മനസ്സിലായില്ലേ? ഒരൊറ്റ വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തി, അല്ലാതെ UDF-ന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ പിണറായിസം തുടങ്ങി വെച്ചത് PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട KC എയർപോർട്ടിൽ പറഞ്ഞ ഞങ്ങൾ കേട്ടാണല്ലോ. അതൊന്നും മൂപ്പര് അംഗീകരിക്കില്ല. അപ്പോൾ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും.